വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് ഇതാ ബിഗ് ബോസ് മലയാളം സീസൺ 1ന്റെ ടൈറ്റിൽ വിന്നറായിട്ടുള്ള സാബു മോൻ കയറുകയാണ്. ഈ സാബു മോൻ കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പുള്ള വിവാദ ബിഗ് ബോസ് പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് നാണമുണ്ടോ ബിഗ് ബോസേ, ഉളുപ്പുണ്ടോ ബിഗ് ബോസേ എന്നൊക്കെ ചോദിച്ച വ്യക്തിയാണ്. അപ്പോൾ ഈ വ്യക്തി ഇപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് ഗസ്റ്റായിട്ട് ചെല്ലുമ്പോൾ അതിനകത്തിലുള്ള ആ ഒരു എന്താണ് സാബുമോൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാവുന്നില്ല. വലിയ കാര്യത്തിൽ ഫോണൊക്കെ എടുത്ത് മുന്നിൽ വെച്ചിട്ട് ബിഗ് ബോസിനെതിരെ ഉളുപ്പുണ്ടോ നാണമുണ്ടോ എന്നൊക്കെ ചോദിച്ച മനുഷ്യനാണേ ഇപ്പം പുള്ളിയുടെ നാണവും പോയി മാനവും പോയി. പുള്ളി എന്ത് കാണിക്കാനാണ് ഇനി അങ്ങോട്ട് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 1 അധിക പേരും ഈ മറ്റ് സീസണുകളെ അപേക്ഷിച്ച് കാരണം ഒരു പുതുമ ആയിട്ടാണ് മലയാളത്തിലേക്ക് ബിഗ് ബോസ് വരുന്നത്. അപ്പം തന്നെ അതെന്താണ് എങ്ങനെയാണെന്ന് കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ആരും തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 1 കണ്ടതായിട്ട് അറിവില്ല. പിന്നീടുള്ള സീസണുകളിലാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉണ്ടാവാൻ തുടങ്ങിയത്. അപ്പം അതിലെ ഒരു വിന്നറായിരുന്നു നമ്മുടെ സാബുമോൻ. പിന്നീടാണ് ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ബിഗ് ബോസ് മലയാള സീസൺ 1ൻ്റെ കുറച്ച് എനിക്ക് പേളി ശ്രീനിഷിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരുടെ കോംബോ, അവരുടെ ജെനുവിനാനിറ്റി, അവരുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെന്താണെന്ന് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ 1ൻ്റെ കുറച്ച് സീൻസും കുറച്ച് എപ്പിസോഡ്സും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് നിന്ന് എനിക്കൊന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാബുമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഗെയിം ചേഞ്ചർ, വലിയ രീതിയിലുള്ള ഗെയിം ചേഞ്ചർ ഒന്നും അല്ല. അപ്പം അതുപോലെ തന്നെ വലിയ ഗെയിം ചേഞ്ചർ ആണെന്ന് പറയാനും പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടത്തിൽ വെച്ചിട്ട് സാബുമോൻ കൂടുതലും പെണ്ണുങ്ങളെയായിരുന്നു അറ്റാക്ക് ചെയ്യുന്നത്. പേളിമാണിയും പിന്നെ അതുപോലെ വേറൊരു ഫിസിക്കൽ അസോൾട്ടും ഒക്കെ സീസൺ 1 ഉണ്ടായിട്ടുണ്ട് സാബുമോൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോഴൊന്നും ഒരു എവിക്റ്റ് ചെയ്യുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. എന്താണ് സാബുമോൻ ഇതൊന്നും ബാധിക്കാനെന്ന് ഇപ്പം ഞാൻ ചോദിക്കുകയാണ്. അപ്പം ഒരുപാട് വാക്ക് തർക്കങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് മോശപ്പെട്ട ലാംഗ്വേജുകൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു സീസണാണ് സീസൺ 1 എന്ന് പറയുന്നത്. കൂടുതലും പെണ്ണുങ്ങളെയായിരുന്നു നമ്മുടെ സീസൺ 1 ഈ സാബുമോൻ ടൈറ്റിൽ വിന്നറായിട്ടുള്ള സാബുമോൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു ഫിസിക്കൽ അസോൾട്ടും ഒക്കെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനെതിരെ ഒന്നും ബിഗ് ബോസോ ഏഷ്യാനെറ്റോ ക്രൂവോ മെമ്പേഴ്സോ ഒന്നും തന്നെ ആക്ഷൻസും കാര്യങ്ങളൊന്നും എടുത്ത് കണ്ടിട്ടില്ല. അതിനുശേഷം സീസൺ 2, 3 ഇങ്ങോട്ട് പോരുമ്പോൾ അതിനൊക്കെ ഒരുപാട് ജനപിന്തുണ, കാരണം എന്താണ് ഷോ എന്ന് മനസ്സിലാവുകയും ഇന്നതാണെന്ന് മനസ്സിലാവുകയും ഒക്കെ ചെയ്തിട്ട് നമ്മളെല്ലാവരും ജനപിന്തുണ കൂടുതലും മറ്റ് സീസണുകൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മറ്റ് സീസണുകളിലൊക്കെ ഭയങ്കര വിവാദമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന സീസണായിരുന്നു. സീസൺ 5 ഉൾപ്പെടെ. ഇപ്പം സീസൺ 6 എന്ന് പറഞ്ഞാൽ പിന്നെ ദാരിദ്ര്യം, മനുഷ്യർക്ക് മര്യാദയ്ക്കൊന്നും കാണാൻ പറ്റത്തില്ല, അതുപോലത്തെ ഒരു സീസണാണ് സീസൺ 5ഉം. പിന്നെ അതിലുള്ള മുമ്പുള്ള സീസണുകളിലൊക്കെ ഫസ്റ്റ് സീസണിലെ കാട്ടി കൂടുതൽ സീസൺ 1നെക്കാട്ടി കൂടുതൽ ഒരുപാട് റേറ്റിംഗിൽ മുന്നിൽ നിൽക്കുന്നത് ഒരുപാട് വിവാദ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതുമായിട്ടുള്ള സീസണാണ്. അതിൽ നമ്മുടെ സാബുമോൻ പ്രതികരിക്കുന്ന ഒരു വീഡിയോ കണ്ട് ഞാൻ. അപ്പോൾ പുള്ളി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ലേശം ഉളുപ്പുണ്ടോ, തഗ്ഗിൻ്റെ തഗ്ഗിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് സാബുമോൻ, സ്വയം പറയുന്ന ഒരാളാണ്. ലേശം ഉളുപ്പുണ്ടോ ബിഗ് ബോസ്, ലേശം ഉളുപ്പുണ്ടോ എന്നൊക്കെ പുള്ളിക്കാരൻ ഭയങ്കര രീതിയിൽ ചോദിക്കും. നമുക്ക് നമ്മുടെ രോമകൂപങ്ങളൊക്കെ ഇങ്ങനെ വിജൃംഭിക്കും. സീസൺ 1ൻ്റെ ടൈറ്റിൽ വിന്നറായിട്ടുള്ളൊരു വ്യക്തി വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ പൊളിയാണ് എന്ന് പുള്ളിക്ക് കിട്ടേണ്ടതായിരുന്നു. ഫസ്റ്റ് പുള്ളിക്ക് തന്നെയായിരുന്നു അർഹൻ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പോയി. എന്നാൽ അതെല്ലാം വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കി കളഞ്ഞല്ലോ എൻ്റെ സാബുമോനെ നിങ്ങൾ. പുള്ളി വാചകം അടിച്ച രീതിയിലൊന്നും ഇല്ല. ഇപ്പോൾ വേണ്ട ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ അഴിഞ്ഞ സീസൺ 6ലേക്ക് വിളിച്ചപ്പോൾ വേണ്ട കുടയും വടിയെടുത്തോണ്ട് പോകുന്നു അങ്ങോട്ട് ചായക്കടയിൽ ചായ കുടിക്കാൻ, വീട്ടിൽ ചായ കിട്ടാത്ത പോലൊക്കെ. ലേശം ഉളുപ്പ് നിങ്ങൾക്കുണ്ടോ? അല്ല, നിങ്ങൾ ഇങ്ങനൊന്നും പറയാൻ നിൽക്കരുത്. നിങ്ങൾക്കുണ്ടോ ഉളുപ്പ്? ഇതിപ്പം ബിഗ് ബോസിൽ നിന്ന് കപ്പും കിട്ടി, ഓരോ സീസണിലെ പ്രശ്നം വരുമ്പോൾ ബിഗ് ബോസിനെ തെറിയും വിളിച്ചു, ഇപ്പോൾ ഇതാ ഗസ്റ്റായിട്ട് പോകുന്നു. എന്തുവാടേ ഈ നടക്കുന്നതൊക്കെ ഇവിടെ? നിങ്ങൾക്കൊക്കെ എന്തുവാകാമില്ലേ? നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് ഞങ്ങളത് വിശ്വസിച്ചിരിക്കുന്നത് ഞങ്ങളാരാകും? മണ്ടന്മാരോ? ഇപ്പം എൻ്റെ വീഡിയോയ്ക്ക് ഇടി വന്ന് കമൻറ്റ് ഉണ്ട്, നീ എന്തിനാണ് വിശ്വസിക്കാൻ പോകുന്നത്? പിന്നെ നിൻ്റെയൊക്കെ വീട്ടുകാർക്ക് മാത്രം കാണാൻ വേണ്ടിയിട്ടാണോ ഈ റിയാലിറ്റി ഷോ ഒക്കെ ഇറക്കുന്നത്? അല്ലാണോ? കുറെ കമൻറ്റോളികൾ ഇറങ്ങിക്കോളും. നീ കാണണ്ട, നിന്നോടാരാ കാണാൻ പറഞ്ഞത്?
പിന്നെ നിൻ്റെയൊക്കെ വീട്ടുകാർ കൊണ്ടുവന്ന പൈസയ്ക്കാണോ ഞാൻ TV മേടിച്ച് റീചാർജ് ചെയ്ത് വെച്ചേക്കുന്നത്? എനിക്കിഷ്ടമുള്ള പരിപാടികൾ ഞാൻ കാണും. അതിനകത്തിൽ ഇഷ്ടമില്ലാത്തത് ഞാൻ കണ്ട പ്രതികരിക്കും. നീ കണ്ണാക്കി വിരലിട്ട് മിണ്ടായിരുന്നാൽ മതി, പ്രതികരിക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ. പ്രേക്ഷകരുടെ വിധി മാനിച്ച് അങ്ങ് ഉണ്ടാക്കുന്നോ ഇല്ലയോ ഷോയെ? പിന്നെ പ്രേക്ഷകർ കാണണ്ടേ? തൊലിഞ്ഞ കമൻറ്റ് ഇട്ടുണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിലെങ്ങാണ് വന്നേക്കല്ലോ ഒറ്റ വരണം. പൈസ ഉണ്ടാക്കാൻ വേണ്ട വീഡിയോ ചെയ്യുന്നതെന്ന്. അയ്യോ, ഇതുങ്ങളെയൊക്കെ വെച്ച് പൈസ ഉണ്ടാക്കിയാലും മതി, അതൊരു മൂക്കിപ്പനിക്ക് കാണത്തില്ല. നീയൊക്കെ ഈ കമൻറ്റ് ഇട്ട് ഉണ്ടാക്കുന്ന നേരം കൊണ്ട് നീയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്. എങ്ങാണ്ട് ഇപ്പം തന്നെ സാബുമോനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇനി വരും കുറേ ആൾക്കാർ, കുറേ ഫാൻസാണ് പോലും. ഫാൻസ് ഇതാണോ ഫാൻസ്? ഹാ